ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 22-ാം ദിവസം. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സസ് 17. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്ഫുൾനെസ് ഇൻ ദ ഫാമിലി. നന്ദിയും കൃതജ്ഞതയും ഉള്ളവർ ആകുവീൻ. നന്ദിയും കൃതജ്ഞതയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയും അതിനെ എപ്പോഴും നന്ദി അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. നന്ദിയുടെ ഉറവിടമാണ് യേശുക്രിസ്തു. ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഒരു ദാനമായി കാണുക. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ നല്ലതും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ച് അറിയുമ്പോൾ നമുക്ക് സത്യസന്ധമായി നന്ദി പ്രകടിപ്പിക്കാൻ കഴിയും. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കുടുംബം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഒന്നാമതായി, ദൈവം തന്ന കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കുവാനും വളർത്തുവാനും സാധിക്കണം. ആരോഗ്യം, സമാധാനം, സന്തോഷം, വസ്ത്രം, ജീവൻ, വീടുകൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സ്നേഹവും ഐക്യവും ദൈവം തന്ന കുടുംബ ബന്ധങ്ങളിൽ വലുതാണ്. യഹോവേ, അങ്ങ് തന്ന സകല അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. രണ്ടാമതായി, കുടുംബത്തിൽ നന്ദിയുള്ള മനോഭാവം വളർത്തുക. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കത്രതുണ്ട്. ഭർത്താവും ഭാര്യയും പരസ്പരം നന്ദി പറയുക. മാതാപിതാക്കൾ മക്കളോട് നന്ദി പറയുക. മക്കൾ മാതാപിതാക്കളോട് നന്ദി പറയുക. കുടുംബത്തിൽ നന്ദി എന്ന വാക്ക് കൂടുതലായി ഉപയോഗിക്കണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്ന മനോഭാവം വളർത്തിയെടുക്കണം. മൂന്നാമതായി, പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ദൈവത്തിന് നന്ദി പറയുക. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എല്ലാറ്റും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരാം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ വരാം. എന്നാൽ അവയിലൂടെ ദൈവം നമുക്ക് ഒരു നല്ല ഉദ്ദേശം സാധിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ അങ്ങനെ പ്രതിസന്ധികളിൽ കടന്നുപോയ അനേകം ദൈവദാസന്മാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അബ്രഹാമും സാറയും പ്രത്യാശയോടെ ജീവിച്ച് യോബിൻ്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിന്നിരുന്നു. എങ്കിലും ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നു. നമുക്ക് ദൈവത്തോട് വിശ്വസ്തരായി നന്ദി പറയേണ്ടത് അത്യാവശ്യമാണ്. നാലാമതായി, കുടുംബ പ്രാർത്ഥനയിലൂടെയും ഭക്ഷണത്തിനു മുമ്പും നന്ദി പറയുക. ദൈവവചനം പതിവായി വായിക്കുക, പഠിക്കുകയും ഒരുമിച്ച് സ്തോത്രഗാനങ്ങൾ പാടി ആരാധിക്കുമ്പോഴും ദൈവം നമ്മുടെ കുടുംബത്തോടും തലമുറകളെ അനുഗ്രഹിക്കും. ആയതിനാൽ ദൈവം നമ്മെ എവരെയും സഹായിക്കട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമി എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമി എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യമായ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഏവരെയും അനുഗ്രഹിച്ച് നന്ദിയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമീൻ.